Okay guys, നമുക്ക് for the examination sake stacks as well as text file, binary files as well as CSV files ആണുള്ളത്. അപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്കെടുത്ത് പബ്ലിക് എക്സാമിനേഷനിൽ പ്രീവിയസ് ഇയേഴ്സ് വന്ന ചോദ്യങ്ങൾ സ്റ്റാക്ക് ഓറിയൻറ്റഡും ബൈനറി ഫയൽ ആസ് വെൽ ആസ് CSV ടെക്സ്റ്റ് ഫയൽസ് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ചോദ്യം, നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൻ്റെ പേരാണ് നംസ്. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ച് റാൻഡം ഇൻറ്റിജർ വാല്യൂസ് ഉണ്ടാവും. ഇറ്റ് കൻ ബി എ ലിസ്റ്റ് ഓഫ് 10 ഇൻറ്റിജർ വാല്യൂസ് ആർ ഇറ്റ് കൻ ബി എ ലിസ്റ്റ് ഓഫ് 20 ഇൻറ്റിജർ വാല്യൂസ്. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുക. പുഷ് എന്ത് ചെയ്യും? ആ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇഫ് ദറ്റ് പെർട്ടിക്കുലർ നമ്പർ ഓഫ് ദറ്റ് ലിസ്റ്റ്, ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ 5 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ എലിമെൻറ്റ് ഒരു ഇൻറ്റിജർ വാല്യൂ ആണല്ലോ. അപ്പോൾ ആ ഇൻറ്റിജർ ആ നമ്പറിൽ 5 അല്ലെങ്കിൽ മോർ ദാൻ 5 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ പാടുള്ളൂ. അവസാനം പോപ്പ് നിങ്ങൾക്കറിയാം, ആ പുഷ് ചെയ്ത എലിമെൻറ്റ്സ് ഒക്കെ എംപ്റ്റി സ്റ്റാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിമെൻറ്റ്സ് വൺ എബവ് അനദർ പുഷ് ചെയ്യും. സോ 5 or 6 എലിമെൻറ്റ്സ് ലെറ്റ് us സപ്പോസ് പുഷ് ചെയ്ത ശേഷം ഇഫ് യു കോൾ ദിസ് പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ പോപ്പ് എന്ത് ചെയ്യണം? ആ സ്റ്റാക്കിൻ്റെ ഉള്ളിലുള്ള 5 എലിമെൻറ്റ്സ് വൺ ആഫ്റ്റർ അനദർ ടോപ്പ് ടു ബോട്ടം ട്രാവൽ ചെയ്തുകൊണ്ട് പോപ്പ് ഔട്ട് ചെയ്ത് വൺസ് അഗൈൻ ദ സ്റ്റാക്ക് ഹാസ് ടു ബി മെയ്ഡ് എംപ്റ്റി. അപ്പോൾ ഈ ചോദ്യം ഞാൻ എങ്ങനെ ആൻസർ ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ പ്രോഗ്രാംസ് നമ്മൾ പഠിച്ചതിനേക്കാൾ ഇച്ചിരി വ്യത്യസ്തമായ സ്റ്റൈലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം മെയിൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നംസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനൊരു ലിസ്റ്റ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഈ ലിസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണ്? ഹൗ മെനി എലിമെൻറ്റ്സ്? വാട്ട് ഡു ഐ മീൻ ബൈ ലെങ്ത് ആർ സൈസ്? ഹൗ മെനി എലിമെൻറ്റ്സ്? ദ കൗണ്ട് ഓഫ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ദറ്റ് ലിസ്റ്റ്. 3, 9 എലിമെൻറ്റ്സ് ഉള്ള 9 ഇൻറ്റിജർ വാല്യൂസ് ഉള്ള ലിസ്റ്റ്. ഇതിൽ ചില നമ്പേഴ്സ് 5 ഡിജിറ്റ്സ് ഉണ്ടാവാം, മോർ ദാൻ 5 ഡിജിറ്റ്സ് ഉണ്ടാവാം, ലെസ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഓരോ നമ്പറിൽ. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഏത് നമ്പറിൽ 5 അല്ലെങ്കിൽ മോർ ദാൻ 5 ഡിജിറ്റ്സ് ഉണ്ടാകുമോ ആ നമ്പേഴ്സ് മാത്രമേ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വാല്യൂ പുഷ് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് നമ്പർ 5 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട്. ഇതാണ് ആദ്യത്തെ ആ എംപ്റ്റി സ്റ്റാക്കിലേക്ക് ഫസ്റ്റ് ഏറ്റവും ബോട്ടമിലേക്ക് പുഷ് ചെയ്യുന്ന എലിമെൻ്റ് ആയിരിക്കും. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, 167. നെക്സ്റ്റ് പറയുന്നത് 6 ഡിജിറ്റ്സ് ഉള്ളതിനാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ദിസ് വോണ്ട് സാറ്റിസ്ഫൈ. അതിൻ്റെ മുകളിൽ ഇത് പുഷ് ചെയ്യും, അതിൻ്റെ മുകളിൽ ഈ വാല്യൂ പുഷ് ചെയ്യും, ആൻഡ് ദ ലാസ്റ്റ് വാല്യൂ, ടോപ്പസ്റ്റ് വാല്യൂ ഇതായിരിക്കും. സോ പോപ്പ് ചെയ്യുമ്പോൾ ആദ്യം ടോപ്പിൽ നിന്നാണ് പോപ്പ് ഔട്ട് ആവേണ്ടത്. ടോപ്പസ്റ്റ് എലിമെൻറ്റ് ടു ബോട്ടം നമ്മൾ ട്രാവൽ ചെയ്യുക. ദെൻ വാട്ട് ഈസ് എ എംപ്റ്റി ലിസ്റ്റ് വേരിയബിൾ? ദിസ് വിൽ ബി ആക്ടിങ് ആസ് എ സ്റ്റാക്ക് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത് ഞാൻ ആരെ വിളിക്കുന്നു? പുഷ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഹൗ മെനി ആർഗ്യുമെൻറ്റ്സ് ഐ ആം പാസിങ്? ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്ത വേരിയബിൾ, ദറ്റ് ഈസ് നത്തിങ് ബട്ട് ലിസ്റ്റ് ഓഫ് ഇൻറ്റിജർ വാല്യൂസ്. നമുക്ക് ഡേറ്റ വേണ്ടേ? ഈ ഡേറ്റാനെ ബേസ് ചെയ്തിട്ടാണല്ലോ ആ ഡേറ്റയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിമെൻറ്റ്സ്, ആ ലിസ്റ്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിമെൻറ്റ്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു ഡേറ്റ വേരിയബിൾ, ഇൻഫർമേഷൻ വേരിയബിൾ വേണ്ടേ? അതാണ് നംസ് വേരിയബിൾ. രണ്ടാമത്തെ വേരിയബിൾ എന്താണ്? എംപ്റ്റി സ്റ്റാക്ക് വേരിയബിൾ. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പഴയ എക്സ്പ്ലനേഷൻസിൽ, പുഷ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ഏതാ? സ്റ്റാക്ക് വേരിയബിൾ. ഇൻഫർമേഷൻ വേരിയബിളിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിമെൻറ്റ്സ് ഒക്കെ പുഷ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? സ്റ്റാക്ക് വേരിയബിളിലേക്ക് പുഷ് ചെയ്യും. സോ ബിഗ് നംസ് എന്ന് പറയുന്ന സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്താണ്? ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ സ്റ്റാക്ക് വേരിയബിൾ. അപ്പോൾ അങ്ങോട്ട് പോയി അതിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്യണ്ടേ? ഇതാ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ബോഡി ഡെഫിനിഷൻ. ഡെഫ് കീവേഡ് കൊണ്ട് തുടങ്ങുന്നു. പുഷ് ബിഗ് ഇസ് ദ നെയിം ഓഫ് ദി യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഇതിന് വിളിക്കുമ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് ആണ്. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് മെയിൻ ബ്ലോക്ക്, ഈ പുഷ് ബിഗ് ഫംഗ്ഷൻ്റെ കൈമാറാൻ പോകുന്നത് എന്തായിരിക്കും? ഇൻഫർമേഷൻ വേരിയബിൾ ആണ്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാക്ക് വേരിയബിൾ. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബോഡിയിൽ എന്താണ്? ഫോർ നമിൻ നംസ്. വാട്ട് ഈസ് നംസ്? നമ്മുടെ നമ്മുടെ ലിസ്റ്റ് വേരിയബിളാണ്. ഇൻഫർമേഷൻ കണ്ടെയ്നിങ് വേരിയബിൾ നത്തിങ് ബട്ട് ഈ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്ത് പെട്ട വേരിയബിളാണ് നംസ്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു? എലിമെൻറ്റ് ബൈ എലിമെൻറ്റ് ട്രാവൽ ചെയ്യുന്നു ഇൻ എ സിമ്പിൾ വേ. സോ ഫസ്റ്റ് ഇറ്ററേഷൻ നം വേരിയബിളിലേക്ക് എന്തെത്തും? ലിസ്റ്റിൻ്റെ ഫസ്റ്റ് വാല്യൂ 213 എത്തും. അതിനെന്ത് ചെയ്യണം? ആ ഇൻറ്റിജർ ഫോർമാറ്റിൽ നിന്ന് നമ്മളതിന് സ്ട്രിങ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ അത് ഇൻറ്റിജർ വാല്യൂവിൽ നിന്ന് ഏതിലേക്ക് മാറും? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ സ്ട്രിങ് ഓഫ്, ഫസ്റ്റ് നമ്പറിൽ 3 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ സ്ട്രിങ് ഓഫ് 3 ഡിജിറ്റ് ക്യാരക്ടേഴ്സ്. അതിൻ്റെ ലെങ്ത്ത്, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 3 അല്ലേ? 3 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ല, അപ്പോൾ പുഷ് ചെയ്യണ്ട. അപ്പോൾ നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോയി. നം വേരിയബിൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കവറിങ് ദ സെക്കൻഡ് എലിമെൻ്റൽ വാല്യൂ ഓഫ് ദറ്റ് ലിസ്റ്റ്. സോ ഇവിടേക്ക് വരും, അതിന് വീണ്ടും സ്ട്രിങ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് വാല്യൂയിൽ 5 ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് 5 ഈസ് ഈക്വൽ ടു 5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്ക് വേരിയബിളിലേക്ക് ഈ നം എന്ന് പറയുന്ന കൗണ്ടർ വേരിയബിൾ, ഫോർ ലൂപ്പിൻ്റെ കൗണ്ടർ വേരിയബിൾ നമ്മൾ എന്താ ഉള്ളത്? സെക്കൻഡ് എലിമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് വാല്യൂ ഓഫ് ദറ്റ് ലിസ്റ്റ് വിച്ച് ഈസ്
5 digits, like 5 digit characters ഉള്ളൊരു സ്ട്രിങ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. അങ്ങനെ ഈ ബിഗ് നംസ് എന്ന് പറയുന്ന സ്റ്റാക്കിൻ്റെ ഉള്ളിൽ ഏത് നമ്പേഴ്സ് ഓഫ് ദറ്റ് ലിസ്റ്റ് പുഷ് ചെയ്യും? ഓൺലി ദോസ് വാല്യൂസ് ഓഫ് ദറ്റ് ലിസ്റ്റ് വിച്ച് ഗോട്ട് 5 or more digits. ഓക്കെ, പക്ഷേ ആ നമ്പറിൽ നിന്ന് ഇവിടെ സൂത്രം എന്തെന്ന് ചോദിച്ചാൽ ആ ഒരു നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ നമ്പറിനെ നമ്മൾ ഏത് ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യും? സ്ട്രിങ് ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്ത് അതിൻ്റെ ലെന്ത് കണ്ടുപിടിക്കണം കേട്ടോ. ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻ്റർപ്രിറ്റർ എവിടേക്ക് പോകും? മെയിൻ ബ്ലോക്കിലേക്ക് തിരിച്ചു പോയി ഈ പുഷ് ബിഗിൻ്റെ ഇവിടെ തൊട്ടാണല്ലോ അങ്ങോട്ട് പോയത്. സോ പുഷ് ബിഗ് ഫംഗ്ഷൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. ഇങ്ങനെ ഔട്ട്പുട്ട് കാണിക്കും. Okay, and the last thing what we are doing in the main block is pop function വിളിക്കണ്ടേ. പോപ്പ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ആണ് അയക്കുന്നത്. വാട്ട് ഈസ് ദ ആർഗ്യുമെൻറ്റ്? നമ്മുടെ സ്റ്റാക്ക് വേരിയബിൾ ഈ സ്റ്റാക്കിനെ എംപ്റ്റി ചെയ്യുക എന്നതാണ് പോപ്പ് ഫംഗ്ഷൻ്റെ ബോഡി. സോ പോപ്പ് എന്ത് ചെയ്യുന്നു? വൈൽ ബിഗ് നംസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിഗ് നംസ്? ഡു യു റിമെമ്പർ? ലെങ്ത് ഓഫ് ദറ്റ് ബിഗ് നംസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പെർട്ടിക്കുലർ കേസിൽ എത്ര നമ്പേഴ്സാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തിരിക്കുന്നത്? 1, 2, 3, 4, 5 നമ്പേഴ്സ്. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദറ്റ് സ്റ്റാക്ക്? 5 എലിമെൻറ്റ്സ് ആണ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തത്, വൺ എബോവ് അനദർ. ഇപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ എത്ര എലിമെൻറ്റ്സ് ആണ് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഔട്ട് ചെയ്യേണ്ടത് ടു മേക്ക് ദ സ്റ്റാക്ക് എംപ്റ്റി? 5 വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വൈൽ ബിഗ് നംസ്? What is big nums? It is acting as a stack. Length of that big num stack variable is not equal to 0. What is the length right now? 5 elements ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. So 5 is not equal to 0 ആയതുകൊണ്ട് ഏറ്റവും ടോപ്പസ്റ്റ് വാല്യൂ പോപ്പ് ഔട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അത് 4 ആയി മാറുന്നു. അത് പോപ്പ് ഔട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അതിൻ്റെ സൈസ് 3 ആയി മാറുന്നു. 3 is not equal to 0 കണ്ടീഷൻ കറക്റ്റാണ്. സോ തേർഡ് എലിമെൻറ്റ് ടോപ്പസ്റ്റ് തേർഡ് എലിമെൻറ്റ് പോപ്പ് ഔട്ട് ചെയ്യുന്നു. അതിൻ്റെ അടിയിൽ ഇനി എത്ര എലിമെൻറ്റ്സ് ബാക്കിയുണ്ട്? 2 എലിമെൻറ്റ്സ്. സോ ഇപ്പോൾ ലെങ്ത് 2 ആയി മാറുന്നു. ആ സെക്കൻഡ് എലിമെൻറ്റ് ടോപ്പസ്റ്റ് എലിമെൻ്റ് ആണ്, അത് പോപ്പ് ഔട്ട് ചെയ്യുന്നു. 1 ആയി മാറുന്നു. ഇപ്പോൾ ഒറ്റ എലിമെൻറ്റ് സ്റ്റാക്കിലുണ്ട്. ദാറ്റ് ഈസ് ദ ബോട്ടം എലിമെൻറ്റ് ആസ് വെൽ ആസ് ദ ടോപ്പസ്റ്റ് എലിമെൻറ്റ്. അതും നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തു, സ്റ്റാക്ക് എംപ്റ്റി ആക്കി. ദാറ്റ്സ് ഇറ്റ് മാൻ. സോ ദിസ് പ്രോഗ്രാം ഈസ് ഫിനിഷ്ഡ്. വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് എന്താണ്? ഒരു CSV ഫയലാണ്. പേര് പെരിഫറൽ. നെയിം ഓഫ് ദറ്റ് CSV ഫയൽ ഇസ് പെരിഫറൽ ആണ്. ആ peripheral.csv ഫയലിൽ ഓരോരോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ലിസ്റ്റ് ഫോർമാറ്റിൽ ഓരോ റെക്കോർഡായിട്ടാണ്. ഓരോ റോയിൽ എത്ര എലിമെൻ്റൽ വാല്യൂസ് ഉണ്ടാവും? 3 എലിമെൻ്റൽ വാല്യൂസ്. പെരിഫറലിൻ്റെ ID, പെരിഫറൽ നെയിം ആൻഡ് പ്രൈസ്. അങ്ങനെ ഈ പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? 2 യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആണ് ഫ്രെയിം ചെയ്യേണ്ടത്. ആഡ് ഡിവൈസ് ടു ആഡ് എ സിംഗിൾ റെക്കോർഡ് ആകാം, അല്ലെങ്കിൽ n നമ്പർ ഓഫ് റോസ് ഇൻ ടു ദ CSV ഫയൽ ഇൻഡിപെൻഡൻ്റ്ലി വൺ ബിലോ അനദർ ആകാം. സെക്കൻഡ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്താണ്? കൗണ്ട് ഫംഗ്ഷൻ. ഈ കൗണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യും? CSV ഫയലിനെ റീഡ് മോഡിൽ തുറന്ന് എന്തൊക്കെ റോസിൻ്റെ പ്രൈസ്, തേർഡ് എലിമെൻ്റൽ വാല്യൂ പ്രൈസ് ലെസ് ദാൻ 1000 ആകുന്നോ, അങ്ങനെ എത്ര റോസാണ് നമ്മൾ ആ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്തത്, ആ റോസ് ഒക്കെ കൗണ്ട് ചെയ്യും. സോ ദ പേർപ്പസ് ഓഫ് ദിസ് കൗണ്ട് ഡിവൈസ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഈസ് വൺസ് അഗെയിൻ ദിസ് ഫംഗ്ഷൻ ഹാസ് ടു ഓപ്പൺ ദറ്റ് peripheral.csv file in read mode and display and count only those rows of that CSV file whose third elemental value of that row, third elemental value of that record which happens to be price less than 1000 ആണെങ്കിൽ ആ റോ മാത്രമേ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കുന്നു, കൗണ്ട് ചെയ്യുന്നു. സോ ഇമ്പോർട്ട് CSV ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം CSV എന്ന് പറയുന്ന മോഡ്യൂൾ ഇല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ സാധിക്കില്ല. സോ മെയിൻ ബ്ലോക്കിലേക്ക് പോകാം. നമുക്ക് മെയിൻ ബ്ലോക്കിൻ്റെ ഇവിടെ മെയിൻ ബ്ലോക്ക് ഒന്നും ഇല്ല, വേണമെങ്കിൽ മെയിൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് മാത്രമേ നമുക്ക്. ചോദ്യം എന്താണ് ആവശ്യപ്പെടുന്നത്? 2 യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിൻ്റെ ബോഡി മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. ഫുൾ പ്രോഗ്രാം അഡ്രസ്സ് ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ പേരെന്താണ്? ആഡ് ഡിവൈസ് അല്ലേ? അതിൻ്റെ ബോഡിയിലേക്ക് പോരെ. നമ്മൾ ഈ peripheral.csv എന്ന് പറയുന്ന ഫയലിന് അപ്പെൻഡിങ് മോഡിൽ തുറക്കുന്നു. അപ്പെൻഡിങ് മീൻസ് if it is already existing, its contents, old contents will never be overwritten. ആ ഓൾഡ് കണ്ടൻസിൻ്റെ തൊട്ടു പുറകിലാണ് പുതിയ റെക്കോർഡ്സൊക്കെ, പുതിയ റോസൊക്കെ നമുക്ക് അപ്പെൻഡ് ചെയ്യാൻ സാധിക്കുക. തേർഡ് ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ന്യൂ ലൈൻ ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് വിതൗട്ട് സ്പേസ്. സോ ഐ ആം ലീവിങ് ദിസ് ഫോർ യു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? CSV മോഡ്യൂളിൻ്റെ ഉള്ളിൽ റൈറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ച് അതിനെ ഈ ഫയൽ കണക്ടിവിറ്റി വേരിയബിൾ F ആർഗ്യുമെൻ്റ് ആയിട്ട് അയക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് CSV ഫയലിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്രിയേറ്റ് എ റൈറ്റർ ഓബ്ജക്റ്റ്. ആ റൈറ്റർ ഓബ്ജക്റ്റിൻ്റെ റെഫറൻസസ് ഒക്കെ ഏത് വേരിയബിളിലേക്ക് എത്തിച്ചു? W. ഇത് സിംഗിൾ റെക്കോർഡ് ആയതുകൊണ്ട് ഹൗ മെനി റെക്കോർഡ്സ് ആർ ഹൗ മെനി റോസ് ആർ യു പ്ലാനിങ് ടു റൈറ്റ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ റോ മാത്രം റൈറ്റ് ചെയ്താൽ മതി. ഓരോ റോയിൽ ഓരോ റെക്കോർഡിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? 3 എലിമെൻറ്റ്സ്. സോ യൂസറിൽ നിന്ന് എത്ര ഇൻപുട്ട് വാല്യൂസ് ആണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? 3 ഇൻപുട്ട് വാല്യൂസ്. പെരിഫറൽ ID,
ഈ വേരിയബിളിലേക്ക്, പെരിഫറൽ നെയിം ഈ വേരിയബിളിലേക്ക്, പ്രൈസ് ഈ വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് റോ ഫംഗ്ഷൻ്റെ സഹായത്താൽ ഡബ്ല്യു വേരിയബിൾ വഴി ലിസ്റ്റ് ഫോർമാറ്റിൽ അല്ലേ ഈ സിംഗിൾ റോ ആ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. പിന്നെ മെസ്സേജ് എന്താണ് അവസാനം, റെക്കോർഡ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് റോ ഓൾവേസ് ഷുഡ് ബി ദ ഹെഡിങ് റോ. സോ ഡബ്ല്യു ഡോട്ട് ഈ റിഫറൻസസ് ഒക്കെ ഡബ്ല്യു വേരിയബിളിലേക്ക് എത്തിച്ചല്ലോ. സോ റൈറ്റ് റോ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ റൈറ്റ് റോ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റായിട്ട് അയക്കേണ്ടത് എന്താണ്, ലിസ്റ്റ് ഫോർമാറ്റിൽ ഹെഡിങ് റോ. ആ ഹെഡിങ് ഓരോ ഹെഡിങ് റോയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും, ഓരോ റോയിൽ 3 എലിമെൻ്റൽ വാല്യൂസ് ഉള്ളത് കൊണ്ട് ഹെഡിങ് റോ ആൾസോ ഷുഡ് കണ്ടെയ്ൻ 3 string values which will be acting as headings. ആദ്യത്തെ എലിമെൻറ്റ് എന്താണ്, പെരിഫറൽ ഐ ഡി അല്ലേ. അപ്പോൾ ഹെഡിങ് എന്താണ്, പെരിഫറൽ ഐ ഡി എന്ന് ഹെഡിങ് കൊടുക്കാം. നെക്സ്റ്റ് പെരിഫറൽ നെയിം ഇസ് ദ ഹെഡിങ് ഓഫ് ദി സെക്കൻഡ് എലിമെൻ്റൽ വാല്യൂ ആൻഡ് ദ തേർഡ് എലിമെൻ്റൽ വാല്യൂസ് ഹെഡിങ് ഹാപ്പൻസ് ടു ബി പ്രൈസ്. അങ്ങനെ ഒരു ഹെഡിങ് റോ ആണ് ആദ്യം CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൗണ്ട് ഡിവൈസ് ഫംഗ്ഷൻ്റെ ബോഡി എന്താണ്, കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനെ 0ക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നു. സത്യത്തിൽ ഇത് CSV ഫയൽ ആയതുകൊണ്ട് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡ്സ് ട്രൈ എക്സെപ്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ ട്രൈൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പെരിഫറൽ ഡോട്ട് CSV ഫയലിന് റീഡ് മോഡിൽ തുറക്കുന്നു, റെഫറൻസസ് ഒക്കെ F വേരിയബിളിലേക്ക് എത്തിച്ചു. ദെൻ റീഡർ ഫംഗ്ഷൻ വിളിക്കുന്നു. CSV മോഡ്യൂൾ വഴി റീഡർ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, CSV ഫയലിൻ്റെ ഉള്ളിലുള്ള n നമ്പർ ഓഫ് റോസ് one after another independently നമ്മൾ ഈ R വേരിയബിളിലേക്ക് എത്തിച്ചു. സോ R will become list of rows. ഇനി ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റോ ബൈ റോ ട്രാവൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇറ്ററേഷൻ ഫോർ ലൂപ്പിൻ്റെ കൗണ്ടർ വേരിയബിൾ റോയിലേക്ക് എന്തെത്തും, ഫസ്റ്റ് റോ എത്തും. ആ എത്തിയ ഫസ്റ്റ് റോയിൻ്റെ തേർഡ് എലിമെൻ്റൽ വാല്യൂ എന്താണ്, പ്രൈസ്. അത് ഡിജിറ്റ് ആണോ, ആ പ്രൈസ് എന്ന് പറയുന്നത് ഡിജിറ്റ് ഫോർമാറ്റ് ആയിരിക്കണം, ന്യൂമറിക്കൽ ഫോർമാറ്റ് ആണോ, ഡിജിറ്റ് ആണോ, അതിന് ആ നമ്പറിലുള്ള എല്ലാ ഡിജിറ്റ്സും ഡിജിറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് അതിന് നമ്മൾ ഏത് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇൻറ്റിജർ ഫോർമാറ്റിലേക്ക്. ബിക്കോസ് ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്ന സമയത്ത് CSV ഫയലിൻ്റെ ഓരോ റോയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടെങ്കിലും ആ എലിമെൻറ്റ്സ് എല്ലാം സ്ട്രിംഗ് ഫോർമാറ്റിലാണ് കാണപ്പെടാം, സ്ട്രിംഗ് ഫോർമാറ്റിലാണ് റീഡ് ആവുക. ആ സ്ട്രിംഗ് ഫോർമാറ്റിൽ നിന്ന് പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, ഇൻറ്റിജർ ഫോർമാറ്റ്. ആൻഡ് ഇറ്റ്സ് പ്രൈസ് ഇസ് ലെസ് ദാൻ 1000 ആണെങ്കിൽ വെറുതെ ഇവൻ എന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നത് മാത്രമല്ല അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. സോ ഓക്കെ, സോ വിൽ സേ റോ, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ട്രൈൻ്റെ അക്സെപ്റ്റിൽ ആ അക്സെപ്റ്റിൻ്റെ കണ്ടീഷൻ എന്താണ് കൊടുക്കുന്നത്, ഫയൽ നോട്ട് ഫൗണ്ട് എറർ എന്ന് പറയുമ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഫയലാണ് തുറക്കാൻ പോകുന്നത്, പെരിഫറൽ ഡോട്ട് CSV എന്ന് പറയുന്ന ഫയൽ, കറണ്ട് വർക്കിംഗ് ഫോൾഡറിലുള്ള ഈ ഫയൽ തുറക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇഫ് ദറ്റ് ഫയൽ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ബിക്കോസ് യു ആർ ട്രൈങ് ടു ഓപ്പൺ ദറ്റ് പെർട്ടിക്കുലർ ഫയൽ ഇൻ റീഡ് മോഡ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ഇറ്റ് വോണ്ട് ബി ക്രിയേറ്റഡ്. റൈറ്റ് മോഡിൽ മാത്രമേ ഇത് ക്രിയേറ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ റീഡ് മോഡിൽ ഇല്ലെങ്കിൽ എറർ ജനറേറ്റ് ചെയ്യും. ആ എറർ എന്താണ്, ഫയൽ നോട്ട് ഫൗണ്ട് എറർ ആയതുകൊണ്ട് അതിൻ്റെ ബോഡി സോറി മാൻ എങ്ങനെ ഒരു ഫയൽ എനിക്ക് കാണാൻ സാധിച്ചില്ല ഒരു മെസ്സേജ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ W and A. എന്താണ് W എന്ന് പറഞ്ഞാൽ, ആക്ച്വലി W മോഡ് ആൻഡ് A മോഡ് ആർ അപ്ലിക്കബിൾ ടു ടെക്സ്റ്റ് ഫയൽസ് ആസ് വെൽ ആസ് CSV ഫയൽസ്. അതേ ബൈനറി ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി WB AB. എന്താണ് ഇതാ ഇവിടെ ചെറിയൊരു ഇവിടെ തന്നെ ഞാൻ ആൻസർ ഡിഫൈൻ ചെയ്ത് വെച്ചു. W what it will do is it will open the file in writing mode. If it is already existing, the same file will be opened in overwriting mode. If it is not existing, it will be created. Then what is the meaning of appending mode? If it is not existing, it will be created. If it is existing, the same file will be opened in writing mode. അങ്ങനെ ഇറ്റ്സ് ഓൾഡ് കണ്ടൻറ്റ്സ് വിൽ റിമെയിൻ ആസ് ഇറ്റ് ഈസ് ആൻഡ് പുതിയ നമ്മൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റ്സ് ഒക്കെ പഴയ കോണ്ടൻറ്റ്സിൻ്റെ തൊട്ടുപുറകിൽ അപ്പെൻഡ് ആയി കൊള്ളും. Okay, so whenever you are trying to open the file in appending mode, file pointer will be located at the end of the file എന്ന് പറയാറ്. So okay, then second question എന്താണ്, copy records with amount greater than 1000 from items.dat to new items. ചെറിയൊരു പ്രോഗ്രാമാണ്, ബൈനറി ഫയലാണ്. ബൈനറി ഫയലിൽ ഓരോ റെക്കോർഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്ന എലിമെൻ്റൽ വാല്യൂ ഗ്രേറ്റർ ദാൻ 1000 ആകുന്നു. അത് മാത്രം എക്സിസ്റ്റിംഗ് ഫയൽ, ദാറ്റ് ഈസ് പഴയ ഫയലിൽ നിന്ന് പുതിയ ഫയലിലേക്കാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. സോ ഇമ്പോർട്ട് പിക്കലില്ലെങ്കിൽ നമുക്ക് ഡംപ് ചെയ്യാനോ റീഡ് ചെയ്യാനോ സാധിക്കില്ല. ഇറ്റ്സ് ഓക്കെ. സോ ആ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ബോഡി ഡെഫിനിഷൻ എന്താണ്, കോപ്പി ന്യൂ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഇതാ എക്സിസ്റ്റിംഗ് ഫയൽ with information which happens to be items.dat. I am trying to open that file in read mode. Okay,
ആൻഡ് ഓൾ ദോസ് റെഫറൻസസ് ആർ അസൈൻഡ് ഇൻ ടു F1 വേരിയബിൾ. പിന്നെ പുതിയ ഫയലിൻ്റെ പേരെന്താണ്? new_items.dat. ദറ്റ് ഫയൽ ഷുഡ് ബി ഓപ്പൺ ഇൻ റൈറ്റ് മോഡ്. ആ റെഫറൻസസ് ഒക്കെ F2 വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ട്രൈൻ്റെ ഉള്ളിലാണ് സാധാരണ വൈൽ ട്രൂ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. ബട്ട് ഇവിടെ ഇത് ChatGPT ജനറേറ്റ് ചെയ്ത കോഡായതുകൊണ്ട് വൈൽ ട്രൂവിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രൈ ബ്ലോക്ക് വിളിക്കുന്നു. റെക്കോർഡ് ബൈ റെക്കോർഡ് ഈ വേരിയബിളിലേക്ക് എത്തിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ആ റെക്കോർഡിൻ്റെ ഐറ്റം ഐ ഡി, അപ്പോൾ ഐ ഫീൽ ഐറ്റം ഐ ഡി ഓഫ് 1. വാട്ട് ഈസ് ഐറ്റം ഐ ഡി ഓഫ് 1? ഐറ്റം ആക്ച്വലി ഇറ്റ്സ് എ ഡിക്ഷണറി ഫോർമാറ്റ് ആട്ടോ. റെക്കോർഡ് എന്ന് പറയുന്നത് ഡിക്ഷണറി വേരിയബിളാണ്. ആ ഡിക്ഷണറി വേരിയബിളിൻ്റെ തൊട്ടടുത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ റിഫർ ചെയ്യുന്നത് ഏത് ഐറ്റത്തിൻ്റെ കീ ഐറ്റം ഐ ഡി ആകുന്നോ അതിൻ്റെ അസോസിയേറ്റഡ് വാല്യൂ ആണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ആ അസോസിയേറ്റഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഫോർമാറ്റ് ആകാം. ആ ലിസ്റ്റിൽ എത്രാമത്തെ എലിമെൻ്റൽ വാല്യൂ 1 ഇൻഡെക്സ് ആയതുകൊണ്ട് സെക്കൻഡ് എലിമെൻ്റൽ വാല്യൂ 1000-നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അത് നമ്മൾ പുതിയ ഫയലിലേക്ക് ഡംപ് ചെയ്യുന്നു. പുതിയ ഫയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്ടിവിറ്റി വേരിയബിൾ ഏതാണ്? F2 വേരിയബിളാണ്. ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഒന്നുകൂടി ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ബൈനറി ഫയലിലേക്ക് സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ ഏത് ഫോർമാറ്റിലാണ്? ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ്സ് ഇൻ ഡിക്ഷണറി ഫോർമാറ്റാണ്. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കീ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് വാല്യൂ. കീ എന്താണ്? ഐറ്റം ഐ ഡി എന്ന് പറയുന്ന സ്ട്രിങ് ആണ് കീ ആയിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ അസോസിയേറ്റഡ് വാല്യൂ ഒരു പക്ഷേ ലിസ്റ്റ് ഫോർമാറ്റിൽ n നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉള്ള ലിസ്റ്റ് ആകാം. ആ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള 1 ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലിമെൻ്റൽ വാല്യൂ വിച്ച് ഹാപ്പൻസ് ടു ബി ദ എമൗണ്ട് ഗ്രേറ്റർ ദാൻ 1000 ആണെങ്കിൽ ആ ഡിക്ഷണറി റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എക്സിസ്റ്റിംഗ് ഫയൽ items.dat എന്ന് പറയുന്ന റീഡ് മോഡിൽ തുറന്ന ഒറിജിനൽ ഫയലിൻ്റെ ഉള്ളിലുള്ള ആ റെക്കോർഡ് ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡ് പുതിയ ഫയലിലേക്ക് കോപ്പി ചെയ്യുന്നു. ഹോപ്പ് സം ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേദാൻഷ് ഇങ്ങനെ ഒരു CSV ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. CSV ഫയലിൽ ഓരോ റോയുടെ സ്ട്രക്ചർ എന്താണ്? ലിസ്റ്റ് ഫോർമാറ്റിൽ വിത്ത് 4 എലിമെൻറ്റ്സ്. ST നെയിം, സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, ഗെയിം നെയിം, റിസൾട്ട്. ഇതിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ 2 ഫംഗ്ഷൻസ് ആണ് ഫ്രെയിം ചെയ്യേണ്ടത്. ആക്സെപ്റ്റ്, ദറ്റ് ഈസ് ആഡിങ് n നമ്പർ ഓഫ് റൈറ്റിംഗ് ഓപ്പറേഷൻ ആണ്. ആഡിങ് n നമ്പർ ഓഫ് റോസ് ഇൻഡിപെൻഡൻ്റ്ലി one after another into a CSV file including heading row. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? വൺ കൗണ്ട്. ഈ വൺ കൗണ്ട് എന്ത് ചെയ്യും? സെയിം CSV ഫയൽ റീഡ് മോഡിൽ തുറന്ന് എന്തൊക്കെ റോസിൻ്റെ റിസൾട്ട്, ലാസ്റ്റ് എലിമെൻ്റൽ വാല്യൂ റിസൾട്ട് 1 ജയിച്ചു എന്നതാണോ ആ റോസ് മാത്രമേ നമ്മൾ CSV ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്സെപ്റ്റ് ആണ്. ഈ പേരിലുള്ള CSV ഫയൽ റൈറ്റ് മോഡിൽ തുറക്കുന്നു. ഇടയ്ക്ക് വരുന്ന ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന എം ടി റോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂ ലൈൻ ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് കൊണ്ട് സപ്രസ് ചെയ്യുന്നു. ഈ റെഫറൻസസ് ഒക്കെ F വേരിയബിളിലേക്ക് എത്തിച്ചു. റൈറ്റർ ഫംഗ്ഷനെ വിളിക്കുന്നു. W വേരിയബിളിലേക്ക് എത്തിക്കുന്നു. W വേരിയബിൾ വഴി റൈറ്റർ ഫംഗ്ഷൻ വിളിച്ച് ഇതാ ആദ്യം ഹെഡിങ് റോ റൈറ്റ് ചെയ്യുന്നു. ഹെഡിങ് റോയിൽ എത്ര ഹെഡിങ്സ് ഉണ്ടാവും? ഓരോ റോയിൽ 4 എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് 4 സ്ട്രിംഗ് ഫോർമാറ്റിലുള്ള ഹെഡിങ്സ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ യൂസറിനോട് ചോദിക്കുന്നു ഹൗ മെനി റോസ് ഡു യു വാണ്ട് ടു, അല്ലെങ്കിൽ ഹൗ മെനി റെക്കോർഡ്സ് ഡു യു വാണ്ട് ടു റൈറ്റ് ഇൻ ടു ദ CSV ഫയൽ ഇൻഡിപെൻഡൻ്റ്ലി വൺ ആഫ്റ്റർ അനദർ. അത്ര വട്ടം കറങ്ങാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പ്, ഓരോ ഫോർ ലൂപ്പിൻ്റെ ഇറ്ററേഷനിൽ ഓരോ റോ ജനറേറ്റ് ചെയ്യണം. ഓരോ റോയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? 4 എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് 4 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റുഡൻറ്റ് ID ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻറ്റിജർ ഫോർമാറ്റിൽ, സ്റ്റുഡൻറ്റ് നെയിം സ്ട്രിങ് ആണ്, ഗെയിം നെയിം സ്ട്രിങ് ആണ്, റിസൾട്ട് സ്ട്രിങ് ആണ്. നെക്സ്റ്റ് ഇതിനെ റോ ലിസ്റ്റ് ഫോർമാറ്റിൽ റോ ആക്കിയിട്ട് ഇൻഡിപെൻഡൻറ്റ് റോ ആയിട്ട് റൈറ്റ് റോ ഫംഗ്ഷൻ്റെ സഹായത്താൽ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. സോ ഏറ്റവും ഫോർ ലൂപ്പിൻ്റെ പുറത്ത് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? റെക്കോർഡ്സ് റൈറ്റ് ചെയ്തു എന്നൊരു ഇൻഫർമേഷൻ. വീണ്ടും വൺ കൗണ്ട് എന്ന് പറയുന്ന, വൺ കൗണ്ട് അല്ല ആക്ച്വലി ആ ഫംഗ്ഷൻ്റെ പേര്, വൺ കൗണ്ട് തന്നെ. ഈ ഫംഗ്ഷൻ്റെ ബോഡി എന്തായിരിക്കണം? വൺസ് അഗൈൻ യു ഹാവ് ടു ഓപ്പൺ ദറ്റ് ഫയൽ ഇൻ റീഡ് മോഡ്. അതിൽ എല്ലാ റോസ് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ പാടില്ല. എന്തൊക്കെ റോസിൻ്റെ ലാസ്റ്റ് എലിമെൻ്റൽ വാല്യൂ റിസൾട്ട് 1 ജയിച്ചാകുന്നു അത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. സോ ട്രൈൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ റിസൾട്ട് ഡോട്ട് CSV ഫയലിന് R മോഡിൽ തുറക്കുന്നു. റീഡർ ഫംഗ്ഷൻ വിളിച്ച് മുഴുവൻ റോസ് R വേരിയബിളിലേക്ക് എത്തിക്കുന്നു. ഹെഡിങ് റോ സ്കിപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡ് റോ തൊട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആ റോയിൻ്റെ, ആ സെക്കൻഡ് റോയിൻ്റെ ഓക്കെ എത്രാമത്തെ എലിമെൻ്റൽ വാല്യൂ? 4th എലിമെൻ്റൽ വാല്യൂ. ആ 4th എലിമെൻ്റൽ വാല്യൂ എന്താണ്? സ്ട്രിങ് 1, ഡബിൾ 1 ആകാം, ലോസ്റ്റ് തോറ്റിട്ടുണ്ടാവാം, ടൈ ആകാം. ആ സ്ട്രിങ്ങിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന അനാവശ്യമായ എം ടി സ്പേസസ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്ട്രിപ്പ് ചെയ്ത് കളയുന്നു. ആ സ്ട്രിങ്ങിൻ്റെ ലെഫ്റ്റ് സ്റ്റാർട്ടിങ്
റൈറ്റ്, ആ സ്ട്രിങ് അവസാനിക്കുന്ന റൈറ്റ് സൈഡ് ഉള്ള എംപ്റ്റി അൺവാണ്ടഡ് സ്പേസസ് ട്രിം ചെയ്യാനുള്ള ഫംഗ്ഷൻ. പിന്നെ ആ സ്ട്രിങ്ങിൽ ലോവർ കേസിലേക്ക് കൺവെർട്ട് ചെയ്ത് അത് ജയിച്ചതാണോ 1 ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യുന്നു, ആണെങ്കിൽ കൗണ്ട് ചെയ്യുന്നു. കൗണ്ട് ചെയ്യുന്നത് മാത്രമേ അല്ല, ആ റോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ വേണ്ടി ഇതാ നമ്മൾ റോ വേരിയബിളിനെ റിഫർ ചെയ്യുന്നു. സാധാരണ ഞാൻ ഫോർ ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പിൻ്റെ കൗണ്ടർ വേരിയബിളായിട്ട് യൂസ് ചെയ്യുന്നത് ഐ വേരിയബിളാണ്. പക്ഷേ ഇത് ചാറ്റ് GPT ആയതുകൊണ്ട് ഒരു റിലവൻറ്റ് നെയിംസ്, കറക്റ്റായിട്ടുള്ള നെയിംസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക കോഡ്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ ഇവിടുത്തെ കൗണ്ടർ വേരിയബിൾ പേരെന്താണ്? റോ. അപ്പോൾ ഓരോ ഫോർ ലൂപ്പിൻ്റെ ഇറ്ററേഷനിൽ ആ ലിസ്റ്റ് ഓഫ് ആർ എന്ന് പറയുന്ന ആ ലിസ്റ്റ് ഓഫ് റോസിലുള്ള ഓരോ റോ നമ്മൾ ഏത് വേരിയബിളിലേക്ക് ഡംപ് ചെയ്യുന്നു? ഫോർ ലൂപ്പിൻ്റെ കൗണ്ടർ വേരിയബിൾ റോയിലേക്ക് എത്തിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. ഇതിപ്പോൾ സ്റ്റാക്ക് ഓറിയൻറ്റഡ് ക്വസ്റ്റൻ ആണ്. ഇതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ്സ് ആണ്. എന്ന് പറയുമ്പോൾ മെയിൻ ലിസ്റ്റ് ഉണ്ടാവും. ആ മെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓരോ സബ് ലിസ്റ്റ് ഉണ്ടാവും. ആ ഓരോ സബ് ലിസ്റ്റ് ഓരോ റെക്കോർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്താണ് ആ റെക്കോർഡിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? 3 എലിമെൻറ്റ്സ് ഉള്ള ഓരോ റെക്കോർഡ്. ഫസ്റ്റ് എലിമെൻറ്റ് കൺട്രി നെയിമാണ്, ക്യാപിറ്റൽ ആൻഡ് പോപ്പുലേഷൻ. പുഷ് ഫംഗ്ഷൻ്റെ ബോഡി എന്തായിരിക്കണം? അങ്ങനെയുള്ള നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ സബ് ലിസ്റ്റ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ പാടില്ല. ഓൺലി ദോസ് സബ് ലിസ്റ്റ്സ് യു ഹാവ് ടു പുഷ് ഹൂസ് പോപ്പുലേഷൻ. ഓരോ റെക്കോർഡിൻ്റെ പോപ്പുലേഷൻ എലിമെൻ്റൽ വാല്യൂ ചെക്ക് ചെയ്യണം. ആ പോപ്പുലേഷൻ വാല്യൂ ലെസ് ദാൻ 5 മില്യൺ ആണെങ്കിൽ അത് മാത്രമേ ആ ഒരു റെക്കോർഡ്, ആ ഒരു സബ് ലിസ്റ്റ് മാത്രമേ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്ന? ആദ്യം മെയിൻ ബ്ലോക്കിലേക്ക് കയറാം. മെയിൻ ബ്ലോക്കിൽ യൂസറിൽ നിന്ന് ഡൈനാമിക്കായിട്ട് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം എനിക്കിഷ്ടമുള്ള പ്രോഗ്രാമർക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊണ്ട് ഇതാ ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ലിസ്റ്റ്സ് ഞാൻ ഉണ്ടാക്കി, ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ടാക്കി. ആ മെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓരോ സബ് ലിസ്റ്റ്, ഓരോ റെക്കോർഡ് കണ്ടോ മാനുവലി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ഇൻപുട്ട് ഫ്രം ദ യൂസർ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ആ ഡൈനാമിക് യൂസറിൽ നിന്ന് ഓരോ റെക്കോർഡ് ആക്സെപ്റ്റ് ചെയ്ത് ആ ഓരോ സബ് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ചെയ്യുന്ന കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇങ്ങനെ ഹാർഡ് കോഡായിട്ടും ചെയ്യാം. ഇതാ എൻ്റെ മെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ എത്ര സബ് ലിസ്റ്റുകളാണ് ഉള്ളത്? 1, 2, 3, 4. ഈ 4 സബ് ലിസ്റ്റുകളിൽ 4 റെക്കോർഡ്സിൽ ഏത് റെക്കോർഡാണ് ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ടത്? ഹൂസ് പോപ്പുലേഷൻ ഇസ് ലെസ് ദാൻ 5 മില്യൺ. അത് മാത്രമേ പുഷ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ ഇംഗ്ലീഷ് നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് 5 മില്യൺ എന്തായിരിക്കും? ഈ നമ്പർ 5 മില്യൺ ആണോ, ഗ്രേറ്റർ ആണോ, ലെസർ ആണോ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s, 100,000s, മില്യൺസ്, 10 millions, 5 millions, 100 millions, and this is trillions, billions. It's okay. So millions കഴിഞ്ഞിട്ട് വരുന്നത് ബില്യൺസ് ആണ്. അപ്പോൾ ഹൂസ് പോപ്പുലേഷൻ ഇസ് ലെസ് ദാൻ 5 millions. അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്ത് ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ് മാത്രമേ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റാക്ക് ഗ്ലോബൽ വേരിയബിൾ. പുഷ് ഫംഗ്ഷനെ വിളിക്കുന്നു. ഇതാ ഇൻഫർമേഷൻ വേരിയബിൾ മെയിൻ ലിസ്റ്റും ഇതാ സ്റ്റാക്ക് വേരിയബിൾ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് പുഷ് ഫംഗ്ഷൻ നയിക്കുന്നത്. സോ പുഷ് ഫംഗ്ഷൻ്റെ ബോഡിയിലേക്ക് പോകാം. ഇത് ഇൻഫർമേഷൻ വേരിയബിൾ ആണ്, മെയിൻ ലിസ്റ്റ് ആണ്, നെസ്റ്റഡ് ലിസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? റോ ബൈ റോ, റെക്കോർഡ് ബൈ റെക്കോർഡ്, സബ് ലിസ്റ്റ് ബൈ സബ് ലിസ്റ്റ് ട്രാവൽ ചെയ്യണം. അതിനുവേണ്ടി ഫോർ റെക്കൻ എൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പിൻ്റെ ഇറ്ററേഷൻസ് തീരുമാനിക്കുന്നത് ആരാണ്? എൻ ലിസ്റ്റ്. വാട്ട് ഈസ് എൻ ലിസ്റ്റ്? ഇറ്റ്സ് എ മെയിൻ ലിസ്റ്റ്, ഇറ്റ്സ് എ നെസ്റ്റഡ് ലിസ്റ്റ്, ഇറ്റ് കണ്ടെയ്ൻസ് ഒരുപാട് സബ് ലിസ്റ്റുകൾ. അപ്പോൾ ഓരോ ഇറ്ററേഷനിൽ നമ്മൾ ഈ റെക് വേരിയബിളിൻ്റെ ഉള്ളിൽ ഓരോ സബ് ലിസ്റ്റ്, ഓരോ റെക്കോർഡ് ഗ്യാദർ ചെയ്യും. ഓരോ സബ് ലിസ്റ്റിലൂടെ നമ്മൾ കടന്നു പോകും. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഫസ്റ്റ് ഇറ്ററേഷൻ റെക്കിലേക്ക് എന്തെത്തി? ഫസ്റ്റ് റെക്കോർഡ് എത്തി. ഫസ്റ്റ് റെക്കോർഡിൽ എത്ര എലിമെൻ്റൽ വാല്യൂസാണ്? 3 എലിമെൻ്റൽ വാല്യൂസ്. എന്താണ് ഈ റെക് വേരിയബിൾ? ഇറ്റ്സ് എ ലിസ്റ്റ് വിത്ത് ഓരോ റെക്കോർഡിൽ ഓരോ സബ് ലിസ്റ്റ്. ലിസ്റ്റ് അല്ലേ? അതൊരു ലിസ്റ്റ് ഫോർമാറ്റ് വിത്ത് ഹൗ മെനി എലിമെൻറ്റ്സ്? 3 എലിമെൻറ്റ്സ്. ആ ലിസ്റ്റ് ഫോർമാറ്റിലുള്ള റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഓരോ റെക്കോർഡിൽ എത്ര എലിമെൻറ്റ്സാണ് ഉള്ളത്? 3 എലിമെൻറ്റ്സ്. അപ്പോൾ ആ റെക്കോർഡിലുള്ള 3 എലിമെൻ്റൽ വാല്യൂസ് ഇതാ 3 വേരിയബിൾസിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തു. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ആ റെക്കോർഡിലുള്ള ഫസ്റ്റ് എലിമെൻ്റൽ വാല്യൂ കൺട്രി വേരിയബിളിലേക്ക്, സെക്കൻഡ് എലിമെൻ്റൽ വാല്യൂ ഇൻഡെക്സ് 1 ക്യാപിറ്റൽ, തേർഡ് എലിമെൻ്റൽ വാല്യൂ ഇൻഡെക്സ് 2 പോപ്പുലേഷനിലേക്ക്. ഇത് ഒരു ഡൈനാമിക് വേ ഓഫ് ഡൂയിങ് എ പ്രോഗ്രാം. ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള 4 എലിമെൻറ്റ്സും ലെഫ്റ്റ് സൈഡ് 4 വേരിയബിൾസ്, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ 3 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റിൽ 3 വേരിയബിൾസിലേക്ക് എക്സ്ട്രാക്ട് അൺസിപ്പ് എന്ന് പറയുന്നത്. അൺസിപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ലെസ് ദാൻ 5 മില്യൺ ആണെങ്കിൽ അതെന്താണ്? സ്റ്റാക്കിലേക്ക് ആ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യണം. റെക്കോർഡ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഫോർമാറ്റിൽ
ഓരോ റെക്കോർഡിൽ 3 എലിമെൻറ്റ്സ് ആണ് ഉള്ളത്. പക്ഷേ സ്റ്റാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന നമ്മൾ അപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡിൽ 2 എലിമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പോപ്പുലേഷൻ വേണ്ട. സോ കൺട്രി നെയിം ആൻഡ് ക്യാപിറ്റൽ ഓഫ് ദോസ് കൺട്രീസ്, those records only should be pushed into the stack whose third elemental value population happens to be less than 5 million. പിന്നെ പോപ്പിൻ്റെ ബോഡി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ലാസ്റ്റ് പ്രോഗ്രാം നമ്മൾ യൂസറിൽ നിന്ന് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. എന്തൊക്കെ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 ആണോ അതുമാത്രം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. സോ പുഷ് ഫംഗ്ഷൻ വിളിക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ വേരിയബിൾ ARR. വാട്ട് ഈസ് ARR? ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് അല്ലേ. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ empty സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ട വേരിയബിളാണ്. ഫോർ നമ്മിൻ ARR എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, ആ ലിസ്റ്റിൽ നമ്പർ ബൈ നമ്പർ ട്രാവൽ ചെയ്യുന്നു. ഫസ്റ്റ് ഇറ്ററേഷൻ നം വേരിയബിളിലേക്ക് എന്തെത്തും? ഫസ്റ്റ് നമ്പർ എത്തും. ആ എത്തിയ നമ്പർ 5 പോയാൽ ആ നമ്പറിന് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് അപ്പെൻഡ് ചെയ്യണം. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. ഇഫ് സ്റ്റാക്ക്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്റ്റാക്ക്? ലെങ്ത് നോട്ട് ഈക്വൽ ടു ലെങ്ത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ സ്റ്റാക്കിൽ എന്തോ കുറച്ച് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിലാണല്ലോ ലെങ്ത് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ സ്റ്റാക്ക് ആഫ്റ്റർ പുഷിങ് അതിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ആ സ്റ്റാക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ലിസ്റ്റാണല്ലോ, എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ കാണിച്ചു കൊടുക്കും. ഓരോ എലിമെൻറ്റ് എന്ത് സിഗ്നിഫൈ ചെയ്യുന്നു? നമ്മൾ പുഷ് ചെയ്തു, നത്തിങ് ബട്ട്. ഇപ്പോൾ ആ സ്റ്റാക്കിൽ 4 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര നമ്പേഴ്സ് പുഷ് ചെയ്തെന്നത് എന്നാണ് അർത്ഥം? 4 നമ്പേഴ്സ് പുഷ് ചെയ്തു, വൺ എബവ് അനദർ. സോ പോപ്പ് ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കാണ് കേട്ടോ പോപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ ബോഡിയാണ് ഇത്തിരി വെറൈറ്റി ആയിട്ട് ചെയ്തെന്ന് മാത്രം. ഇതാ മെയിൻ ബ്ലോക്കിൽ എന്ന് പറയുന്ന വേരിയബിളിനെ ഒരു ഫിക്സ്ഡ് ലിസ്റ്റ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്ത്, ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ലിസ്റ്റ് ഓഫ് വാല്യൂസ് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം ആസ് എ ഡൈനാമിക് ഇൻപുട്ട്, എനിക്കിഷ്ടമുള്ള ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് വാല്യൂസിനെ വേരിയബിളിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തു. ഇതാ സ്റ്റാക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പുഷ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് അയക്കുന്നു. ഇൻഫർമേഷൻ വേരിയബിൾ, ഇത് സ്റ്റാക്ക് വേരിയബിൾ. പോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് വേരിയബിളിനാണ് ആർഗ്യുമെൻ്റായിട്ട് അയക്കേണ്ടത്. ബിക്കോസ് പോപ്പ് ഫംഗ്ഷൻ്റെ അത്യാവശ്യം വേണ്ട വേരിയബിൾ ഏതാ? ഇൻഫർമേഷൻ വേരിയബിൾ അല്ല, സ്റ്റാക്ക് വേരിയബിളാണ് പോപ്പ് ഫംഗ്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് പോപ്സ് ഓൺലി പേർപ്പസ് ഈസ് ആ സ്റ്റാക്ക് വേരിയബിളിന് വൺസ് അഗെയിൻ ടോപ്പ് ടു ബോട്ടം ട്രാവൽ ചെയ്തുകൊണ്ട് empty ആക്കി കളയണം. സോ താങ്ക് യു വെരി മച്ച് students for giving me this opportunity to explain this program. See you in the next video with much elaborated explanation. Bye bye.